ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഐശ്വര്യ അപ്രതീക്ഷിതമായി ആണ്ടുനിലത്തിലേക്ക് കയറി വന്ന ആ കാഴ്ച കണ്ട ആനന്ദവർമ്മയും ആദിത്യനും പിന്നാലെ അശ്വതിയും അവിടേക്ക് എത്തുന്നു. അവർ ഹാളിൽ നിന്ന് ആ കാഴ്ച കണ്ടതും ആകെ ഞെട്ടലോടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ ആ വീട്ടിലേക്ക് കയറി വന്നതിന്റെ ആശ്ചര്യത്തിൽ അവർ നോക്കി നിന്നു. ആ നിമിഷം ഐശ്വര്യ അകത്തേക്ക് കയറി വന്നതും അരുൺ വേഗം അവിടേക്ക് എത്തി. നിന്നോട് ആരാടി ഇവിടേക്ക് വരാൻ പറഞ്ഞതാ എന്ന് ചോദിച്ചുകൊണ്ട് ഐശ്വര്യക്ക് നേരെ ദേഷ്യപ്പെട്ട് അരുൺ അരികിലേക്ക് പാഞ്ഞെത്തി. അരുണിന്റെ ആ ദേഷ്യ പ്രകടനം കണ്ട് ഐശ്വര്യ പറഞ്ഞു, അരുൺ വേണ്ട, വെറുതെ എന്നെ നേരെ ആ പഴയ രീതിയിലുള്ള ബലപ്രയോഗത്തിനൊന്നും മുതിരണ്ട എന്ന് പറയുമ്പോൾ അഖിലും വസുന്ധരാമയും ശ്യാമയും ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ നിന്നു. ഉടനെ അഖിൽ എല്ലാവരോടും എന്താ കാര്യമെന്ന് അന്വേഷിക്കുന്നു. അരുണിന്റെ ആ ചോദ്യം കേട്ട് എന്ത് പറയണമെന്നറിയാതെ ശ്യാമയും മറ്റെല്ലാവരും ആകെ സ്തംഭിച്ചു നിൽക്കുന്നത് കണ്ട് ഐശ്വര്യ സന്തോഷത്തോടെ അകത്തേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, അരുൺ, ഞാൻ വന്നത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിയേണ്ടതും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ്. ഞാൻ നിയമത്തിന്റെ ആനുകൂല്യത്തിൽ നിയമത്തിന്റെ പരിരക്ഷയോടെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ അരുണല്ല ആര് ശ്രമിച്ചാലും നിയമത്തിന് മുന്നിൽ നിങ്ങൾ കുറ്റവാളികളാകും. ഇനി അതല്ല, അരുൺ എന്നെ ദേഹോപദ്രവം ചെയ്യാൻ ശ്രമിച്ചാൽ ഗാർഹിക പീഡനത്തിന് സെൻട്രൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും, മനസ്സിലായോ എന്ന് ചോദിച്ച് അരുണിനെ താക്കീത് ചെയ്യും വണ്ണം ഐശ്വര്യ സംസാരിക്കുന്നത് കേട്ട് മറുപടിയൊന്നും പറയാനാകാതെ വസുന്ധരാമയും മറ്റുള്ളവരും ആശ്ചര്യപ്പെട്ട് നിൽക്കുന്നു. ഐശ്വര്യ താൻ വിജയിച്ചതിന്റെ അഹങ്കാരത്തിൽ ഐശ്വര്യയുടെയും ആനന്ദവർമ്മയുടെ എല്ലാം മുന്നിലേക്ക് വന്നു നിൽക്കുന്നു. ആനന്ദവർമ്മ ഐശ്വര്യയോട് ചോദിച്ചു, ഐശ്വര്യ, നീ എന്തൊക്കെയാ പറയുന്നത്? ആര് നിന്നെ സംരക്ഷിക്കുന്നുവെന്ന എന്ത് നിയമം, എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നത് എന്നൊക്കെ ആനന്ദവർമ്മ അന്വേഷിച്ചു. ഉടനെ തന്നെ ആനന്ദവർമ്മയോട് ഐശ്വര്യ പറഞ്ഞു, ഞാൻ പറഞ്ഞത് അരുണിനും അച്ഛനൊന്നും മനസ്സിലായില്ലേ? എന്നാൽ ദാ നിൽക്കുന്നു അഖിലും ശ്യാമയും അമ്മയും ഒക്കെ, അവരോട് ചോദിക്ക്, അവർ പറഞ്ഞു തരും എന്താ ഞാൻ പറഞ്ഞതിന്റെ കാരണമെന്ന് എന്ന് പറഞ്ഞ് ഐശ്വര്യ അഹങ്കാരത്തോടെ അവരേവരെയും നോക്കുന്നു. ഒന്നും മിണ്ടാനാകാതെ വസുന്ധരാമയും ശ്യാമയും അഖിലുമെല്ലാം തല കുമ്പിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ അരുൺ വസുന്ധരാമയുടെ അരികിലേക്ക് ചെന്നു. അമ്മേ, എന്തൊക്കെയാ അമ്മേ ഈ വിളി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ വസുന്ധരാമയ്ക്ക് അരികിലേക്ക് എത്തിയ ആനന്ദവർമ്മയോടും ആദിയോടും ഒപ്പം അമൃതയോടുമെല്ലാം ആ സത്യം വസുന്ധരാമ അറിയിക്കുന്നു. ഞങ്ങൾ ശ്യാമയുടെ ഇന്നത്തെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ അവിടെ വെച്ച് ചില സംഭവങ്ങൾ ഉണ്ടായി എന്നറിയിച്ചു. എന്ത് സംഭവമാണ് എന്ന് ആനന്ദവർമ്മ ചോദിച്ചതും വസുന്ധരാമ വിശദമായി ആനന്ദവർമ്മയോടും ആദിയോടുമെല്ലാം അക്കാര്യം വിവരിക്കുന്നു. അങ്ങനെ വസുന്ധരാമ നടന്ന സംഭവങ്ങൾ അറിയിച്ചു. ഐശ്വര്യയെ ആ ഗുണ്ടകളിട്ട് ഓടിച്ചതും അവസാനം ഗുണ്ടകളുടെ പിടിയിൽ നിന്ന് ഐശ്വര്യയെ രക്ഷിച്ചതും അവിടേക്ക് എത്തിയ പോലീസ് ഐശ്വര്യയെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് കഴിയേണ്ടതെന്നും അവിടേക്ക് കൊണ്ടുപോകാനും പറഞ്ഞ് തങ്ങളോടൊപ്പം പറഞ്ഞയച്ച വിവരം വസുന്ധരാമ അറിയിക്കുന്നു. ഇതെല്ലാം കേട്ടതിന് ശേഷം വസുന്ധരാമയോട് അരുൺ ചോദിച്ചു, അമ്മേ, അപ്പോ ഇവൾ ചെയ്തു കൂട്ടിയ ആ തെറ്റുകളോ, നമ്മുടെ കുടുംബത്തോട് ചെയ്ത ഇവൾ ചെയ്ത ക്രൂരതകളോ, അതിനൊന്നും യാതൊരു വിലയുമില്ലേ? അത് ഇങ്ങനെയൊക്കെ ഇവൾ ചെയ്തു കൂട്ടിയതിന് നിയമം അതിനൊന്നും പറയുന്നില്ലേ? ഇവളെ ഇത്രത്തോളമൊക്കെ നമ്മുടെ കുടുംബത്തെ ദ്രോഹിച്ചതിന് ഇവളെ അനുകൂലിക്കുകയാണോ ഈ നിയമം ചെയ്യുന്നത് എന്ന് ചോദിച്ചതും വസുന്ധരാമ പറഞ്ഞു, മോനെ, അങ്ങനെയൊക്കെ ചെയ്തത് ശരി തന്നെയാണ്. ഈ വീട്ടിൽ അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്. ശ്യാമയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതും അതെല്ലാം സത്യം തന്നെയാണ്. പക്ഷേ മോനെ, നമുക്ക് അതിനുള്ള തെളിവുണ്ടോ നമ്മുടെ പക്കൽ? ഈ ചെയ്ത് കൂട്ടിയ ക്രൂരതകൾക്കൊക്കെ എന്തെങ്കിലും തെളിവ് നമ്മുടെ പക്കലുണ്ടോ എന്ന് വസുന്ധരാമ ആകെ വിഷമത്തോടെ അഖിലിനോട് ചോദിച്ചു. അതെ, ഒരു തെളിവും നമ്മുടെ പക്കലില്ല. അതാണ് നമ്മുടെ അവസ്ഥ. കാരണം നമ്മൾ ആരെയും സംശയിച്ചിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ പക്കൽ അതിനുള്ള തെളിവുകളും ഇല്ലാതായി. ആ വാക്കുകൾ കേട്ട് ആകെ വിഷമത്തോടെ അരുൺ അങ്ങനെ നിൽക്കുമ്പോൾ വസുന്ധരാമ പറഞ്ഞു, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റും. ഇനിയും ഇവൾ ഇതുപോലെ എന്റെ മക്കളെയോ എന്റെ പേരക്കുട്ടികളെയോ ഏതെങ്കിലും വിധേന ഇവൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ, ഇനിയും അവളുടെ ഇത്തരം പ്രവർത്തികൾ ഈ വീട്ടിൽ നടത്താൻ ശ്രമിച്ചാൽ, പിന്നെ ഇവൾ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് ഈ രീതിയിൽ പോകില്ല. ഇവളുടെ ഈ ശല്യം ഞാൻ അങ്ങ് അവസാനിപ്പിക്കും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷെ എനിക്ക് പറ്റും. എനിക്കതിന് സാധിക്കും. എൻ്റെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്താൻ അവൾ ശ്രമിക്കുകയാണെങ്കിൽ അവൾക്കുള്ള ശിക്ഷ ഞാൻ തന്നെ വിധിക്കും. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. ഇനിയും ഇവൾ എൻ്റെ കുടുംബത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ പിന്നെ ഇവൾ
കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ അരുൺ സെൻട്രൽ ജയിലിലേക്ക് പോകുമെന്ന്. എന്നാൽ അവിടെ ഞാൻ സന്തോഷപൂർവ്വം പോകും. ഇവളെ വെട്ടി എറിഞ്ഞിട്ട് ഞാൻ പോകും. ഐശ്വര്യ, നീ അതോർത്തോ? ഇനി എന്തെങ്കിലും പ്രശ്നം എന്റെ കുടുംബത്തുണ്ടാക്കാൻ നീ ശ്രമിച്ചാൽ അതോടെ നിന്റെ അവസാനമായിരിക്കും. നീ ഓർത്തു വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട്, എനിക്ക് അതിന് യാതൊരു ഭയവുമില്ല. നിന്നെ കൊന്ന് ജയിലിൽ പോയി കിടക്കുന്നതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വസുന്ധരാമ നേരെ റൂമിലേക്ക് പോകുന്നു. ആ നിമിഷം ആകെ ഭയന്നു നിൽക്കുന്ന ഐശ്വര്യ കാണുന്നു. വസുന്ധരാമയുടെ വാക്കുകളെ ഒന്നും ഗൗനിക്കാതെ ഐശ്വര്യയുടെ നേരെ ചെന്നു. എന്റെ വേക്കൻസിയിൽ നീ ഇവിടെ കയറിക്കൂടി അല്ലേ? എന്നാൽ നീ നോക്കിക്കോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിനക്കുള്ള മറുപടി ഞാൻ തന്നോളാം. ഇവിടെ തന്നെ ഈ ഐശ്വര്യ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഐശ്വര്യയെ വെല്ലുവിളിക്കുമ്പോ അവിടെ നിന്ന് അരുൺ, ഡി ഐശ്വര്യയെ എന്ന് ഉറക്കെ വിളിച്ചതും ആ നിമിഷം ഐശ്വര്യ അരുണിനെ നോക്കിയിട്ട് പറഞ്ഞു, അരുൺ, മറക്കണ്ട സെൻട്രൽ ജയില്, അത് ഓർമ്മ വെച്ചോ അരുൺ എന്ന് പറഞ്ഞ് ഐശ്വര്യ വീണ്ടും ഭീഷണിപ്പെടുത്തുമ്പോ അരുൺ, നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ഐശ്വര്യയുടെ അരികിലേക്ക് വരാൻ തുടങ്ങുമ്പോ ആദിത്യൻ അരുണിനെ തടയുന്നു. വേണ്ട മോനെ എന്ന് പറഞ്ഞ് അരുണിനെ പിടിച്ചു നിർത്തുന്ന സമയത്ത് ഐശ്വര്യ എല്ലാവരെയും ഒന്ന് നോക്കി, എനിക്ക് ഒന്ന് കുളിക്കണം, ഇനിയെങ്കിലും കുറച്ച് സമാധാനത്തോടെ എനിക്ക് ഇരിക്കണം എന്ന് പറഞ്ഞ് ഐശ്വര്യ റൂമിലേക്ക് പോകുന്നു. ഈ സമയത്ത് ശ്യാമ വേഗം ഐശ്വര്യയുടെ അരികിലേക്ക് ചെന്നു. ഐശ്വര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് ശ്യാമ സമാധാനിപ്പിച്ചു. ഐശ്വര്യ ചേച്ചി, വിഷമിക്കേണ്ട, ഒന്നും സംഭവിക്കില്ല, ഞാനല്ലേ പറയുന്നത്, ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് ഐശ്വര്യയെ സമാധാനിപ്പിക്കാൻ ശ്യാമ ശ്രമിക്കുമ്പോൾ ഒന്നും മിണ്ടാനാകാതെ ഐശ്വര്യ വേദനയോടെ അവിടെ നിന്ന് റൂമിലേക്ക് പോകുന്നു. ശ്യാമയും ആ നിമിഷം എന്ത് പറഞ്ഞ് ഐശ്വര്യയെ സമാധാനിപ്പിക്കുമെന്നറിയാതെ വാക്കുകൾ കിട്ടാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ അരുൺ വേഗം ഐശ്വര്യയുടെ പിന്നാലെ അവിടേക്ക് പോയി. ഈ സമയത്ത് ആദിത്യം പറഞ്ഞു, എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞെന്ന് സമാധാനിച്ചതായിരുന്നു, വീണ്ടും ദാ ഇങ്ങനെ എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു, ഏട്ടൻ വിഷമിക്കാതെ, ഇതെല്ലാം എന്തോ നല്ലതിന് തന്നെയാ, എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിക്കും ഏട്ടാ, എന്റെ മനസ്സങ്ങനെ പറയുന്നു. ഇതിന് അധികം ആയുസ്സുണ്ടാവില്ല എന്ന് ശ്യാമ അറിയിച്ചു. അങ്ങനെ ചെയ്ത തെറ്റുകൾക്കൊന്നും തെളിവുകളില്ല എന്ന് സത്യമാണ്. പക്ഷേ എന്തായാലും കണ്ണൻ അങ്ങനെ അവരെ അങ്ങ് വെറുതെ വിടില്ലല്ലോ. തെറ്റുകൾ മാത്രം ചെയ്തു കൂട്ടിയവർക്ക് എതിരെ എന്തെങ്കിലും ഒരു തെളിവ് ദൈവം അവശേഷിപ്പിക്കും, അത് തീർച്ച. അതിനുള്ള ഒരു വഴി കണ്ണൻ തന്നെ കാട്ടിത്തരും എന്ന് ശ്യാമ എല്ലാവരെയും സമാധാനിപ്പിക്കുമ്പോൾ റൂമിലേക്ക് എത്തിയ ഐശ്വര്യ താൻ വലിയൊരു വിജയം കൈവരിച്ചെന്ന സന്തോഷത്തിലായിരുന്നു. അങ്ങനെ വീണ്ടും ഇവിടേക്ക് വന്നെത്തി, ഇനി വേണം എനിക്ക് ഒന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ. അങ്ങനെ ആഗ്രഹിച്ച് സമാധാനത്തോടെ എൻ്റെ ആഗ്രഹത്തിനൊത്തുള്ള ഒരു ജീവിതം ഇനി വേണം എന്നൊക്കെ ഐശ്വര്യ ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ റൂമിലേക്ക് എത്തിയ ഐശ്വര്യ ആകെ വിഷമത്തിലായി. ഈശ്വര, ഇനി ഞാൻ എന്ത് ചെയ്യും, എൻ്റെ മോള് എന്നൊക്കെ വിചാരിച്ച് ഐശ്വര്യ പൊട്ടിക്കരയുമ്പോൾ അരികിലേക്ക് ശ്രീകുട്ടി ഓടിയെത്തി. അമ്മ എന്തിനാ അമ്മ കരയുന്നത് എന്ന് ചോദിച്ച് ശ്രീകുട്ടി വന്നത് എൻ്റെ പൊന്നു മോളെ എന്ന് വിളിച്ച് മോളെ ചേർത്ത് പിടിച്ച് വീണ്ടും ഐശ്വര്യ കരഞ്ഞു. ഈ സമയത്ത് ശ്രീകുട്ടി ചോദിച്ചു, അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അമ്മ കാര്യം പറ, മുത്തശ്ശി വഴക്ക് പറഞ്ഞോ? മുത്തശ്ശി അങ്ങനെയാ, പെട്ടെന്നുള്ള ദേഷ്യത്തിന് മുത്തശ്ശി അങ്ങനെ പറയുന്നതാ, അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്ന് ശ്രീകുട്ടി സമാധാനിപ്പിക്കുമ്പോൾ ഐശ്വര്യ പറഞ്ഞു, ഇല്ല മുത്തശ്ശി ഒന്നും പറഞ്ഞില്ലടാ എന്ന് സമാധാനത്തോടെ ശ്രീകുട്ടിയോട് പറഞ്ഞത് കേട്ട് ശ്രീകുട്ടി പറഞ്ഞു, പിന്നെന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നത്? എന്താ അമ്മയ്ക്ക് പറ്റിയത്? ഉടനെ തന്നെ ശ്രീകുട്ടിയോട് ഐശ്വര്യ പറഞ്ഞു, ഒന്നുമില്ലടാ എന്ന് പറഞ്ഞ് അങ്ങനെ ആകെ വിഷമത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് അരുൺ വന്നെത്തി. അരുണിനെ കണ്ടതും ശ്രീകുട്ടി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അങ്കിൾ, അമ്മ വല്ലാതെ സങ്കടപ്പെടുന്നു, എന്തിനാന്ന് അമ്മയോട് ചോദിച്ചിട്ട് പറയുന്നുമില്ല എന്ന് പറഞ്ഞതും അരുൺ പറഞ്ഞു, മോളെ ശ്രീകുട്ടി, മോള് അപ്പുറത്തേക്ക് പോയിക്കോ, എന്താന്ന് അങ്കിൾ ചോദിക്കാം എന്നറിയിച്ചു. അത് കേട്ടതും ശരി അങ്കിൾ എന്ന് പറഞ്ഞ് ശ്രീകുട്ടി വേഗം അവിടെ നിന്ന് അപ്പുറത്തേക്ക് ഓടിപ്പോയി. ഈ സമയത്ത് ഐശ്വര്യയോട് അരുൺ പറഞ്ഞു, ഐശ്വരി, അഭി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഇവിടെ ഞാനില്ലേ, എനിക്ക് അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ കഴിയുമായിരുന്നു. അച്ഛനും അമ്മയും ഒക്കെ അവിടെ ഉണ്ടായിപ്പോയി, അല്ലായിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ അവളെ ഞാൻ ഇവിടെ നിന്ന് അടിച്ചിറക്കുമായിരുന്നു. അവളെ ഇനി ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഇനിയും അവൾ ഈ വീട്ടിലുള്ള ആരെങ്കിലും ഉപദ്രവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞതും ഐശ്വര്യ വേഗം അരികിലേക്ക് എത്തി അരുണിനോട് പറഞ്ഞു, അരുൺ, അതിനിപ്പോ എന്ത് ചെയ്യാൻ കഴിയും? ഐശ്വര്യ പറഞ്ഞതെല്ലാം അരുൺ കേട്ടതല്ലേ? ഐശ്വര്യ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചാ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഐശ്വര്യയുടെ ആ തീരുമാനങ്ങളും ആ നീക്കങ്ങളെ നമുക്ക് ചെറുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതും അരുൺ പറഞ്ഞു, എനിക്ക് പറ്റും,
അവളിവിടെ എന്ത് കാട്ടിക്കൂട്ടിയാലും അതിനെ ഞാൻ എതിർക്കുകയും ചെയ്യും. ഇനിയും അവൾ എന്തെങ്കിലും പ്രവൃത്തി ഈ കുടുംബത്തോട് കാട്ടിയാൽ പിന്നെ അവൾ ഇവിടെ ജീവനോടെ ഉണ്ടാവില്ല. ഞാൻ അവളെ കൊല്ലും. എന്തെല്ലാം ദ്രോഹ അവൾ ഈ കുടുംബത്തോടും എന്നോടും കാണിച്ചത്. അതിനൊന്നും നിയമത്തിന്റെ യാതൊരു പരിരക്ഷയും ഉണ്ടാവില്ലേ? നിയമം അതൊന്നും കാണുന്നില്ലേ എന്ന് ചോദിച്ചതും അശ്വതി പറഞ്ഞു, അരുൺ, അതിന് ഐശ്വര്യയുടെ ഭാഗത്താണ് നീതി ന്യായമൊക്കെ ഉള്ളത്. അരുണിന്റെ ഭാര്യയാണ് ഐശ്വര്യ ഇപ്പോ. അത് മാത്രമല്ല അരുൺ, ഒരു കാര്യം കൂടി അരുൺ മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ മുന്നിൽ സങ്കടം ഭാവിച്ചും വളരെ സാധുവായിട്ടുമൊക്കെ അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള കഴിവ് ഐശ്വര്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ അരുൺ, നമ്മൾ എന്ത് പറഞ്ഞാലും നിയമത്തിന്റെ പഴുതുകളും ഒക്കെ നോക്കി ആനുകൂല്യം നേടിയെടുക്കാൻ ഐശ്വര്യ മിടുക്കിയാണ്. അത് കേട്ട അരുൺ പറഞ്ഞു, അഭി, അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ കൊല്ലും. അതോടെ തീരുവല്ലോ ആ ശല്യം. അവളെ എന്നേക്കുമായി ഈ ലോകത്ത് നിന്ന് ഞാൻ പറഞ്ഞയക്കും. അവളെ കൊന്നിട്ടാണ് ഞാൻ ജയിലിൽ പോയി കിടന്നാലും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ അവളുടെ ശല്യം അത് ഞാൻ ഉടനെ തന്നെ അവസാനിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് അരുണിനോട് അഭിരാമി ചോദിച്ചു. എന്നിട്ട് അരുൺ എന്ത് ചെയ്യും? അരുൺ ജയിലിൽ പോയി കിടക്കാനോ എന്ന് ചോദിച്ചതും അരുൺ പറഞ്ഞു, അതെ, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ അഭിക്കും മോൾക്കും വേണ്ടി അതെങ്കിലും ഞാൻ ചെയ്യണ്ടേ എന്ന് ചോദിച്ചതും ഉടനെ അരുണിനോട് അഭിരാമി പറഞ്ഞു, അങ്ങനെയൊന്നും അരുൺ ചിന്തിക്കുക പോലും ചെയ്യരുത്. അങ്ങനെയൊന്നും അരുൺ ആലോചിക്കരുത്. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോഴത്തെ ആ ടെൻഷനിലും ദേഷ്യത്തിലുമാണ്. എന്ന് വെച്ച് അമ്മ അങ്ങനെ ചെയ്യുമെന്നല്ലോ. അതുകൊണ്ട് അരുൺ അങ്ങനെയൊന്നും ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യരുത്. കാരണം അരുൺ, നമ്മുടെ മോൾക്ക് അരുണിനെ വേണം. അവൾ ഇത്രയും നാളും അവളുടെ അച്ഛനില്ലാതെ, അച്ഛന്റെ സാന്നിധ്യമോ സ്നേഹമോ അനുഭവിക്കാതെയാണ് നമ്മുടെ മകൾ വളർന്നത്. ഇനിയും നമ്മുടെ മോൾ അങ്ങനെ ജീവിക്കണമെന്നാണോ അരുൺ പറയുന്നത്? അതുകൊണ്ട് അരുൺ എന്റെയും നമ്മുടെ മോളുടെയും ഒപ്പം എന്നും ഉണ്ടാകണം. ഇനിയും എനിക്ക് അരുണിനെ നഷ്ടപ്പെടുത്താൻ വയ്യ. അരുൺ എന്നും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണം. അതാണ് എന്റെയും നമ്മുടെ മോളുടെയും ആഗ്രഹം. അതുകൊണ്ട് തന്നെ അരുൺ മറ്റൊന്നും ആലോചിക്കണ്ട. ഇത്തരം ചിന്തകളൊന്നും അരുണിനെ അലട്ടുകയും ചെയ്യരുത്. അരുൺ അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് ഒരു കാരണവശാലും പോകരുത് എന്ന് അഭിരാമി അരുണിനോട് അറിയിച്ചു. അത് കേട്ടതും അരുൺ അഭി എന്ന് വിളിച്ചു നോക്കുമ്പോഴേക്കും വീണ്ടും അഭിരാമി അരുണിനോട് പറഞ്ഞു, അതെ അരുൺ, എൻ്റെ അരുണിനെ എനിക്ക് വേണം. അരുൺ, ഇനി അങ്ങനെയൊന്നും എടുത്തു ചാടി അങ്ങനെയൊന്നും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. എന്നോടും നമ്മുടെ മോളോടുമുള്ള സ്നേഹം അരുൺ അത്രയേ ഉള്ളോ എന്ന് ചോദിക്കുമ്പോൾ അരുണിന്റെ കൈകളിൽ പിടിച്ചുകൊണ്ടുള്ള അശ്വതിയുടെ ചോദ്യവും സങ്കടവും കണ്ട് അരുണിന്റെ കണ്ണുകൾ നിറയുന്നു. അഭി എന്ന് വിളിച്ച് അശ്വതിയെ ചേർത്ത് പിടിച്ച് അരുൺ സമാധാനിപ്പിക്കുമ്പോൾ അവർ രണ്ടുപേരും അങ്ങനെ നിൽക്കുന്ന കാഴ്ച അവിടെ എത്തി ഐശ്വര്യ കാണുന്നു. അരുണിന്റെ നെഞ്ചിലേക്ക് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന അഭിരാമിയും അരുൺ സമാധാനിപ്പിച്ചുകൊണ്ട് ഐശ്വര്യയെ ചേർത്ത് പിടിച്ചിരിക്കുന്നതൊക്കെ കണ്ട ഐശ്വര്യ കലിയോടെ ഇരുവരെയും നോക്കി. അപ്പോഴേക്കും അശ്വതി പറഞ്ഞു, ഇനി അരുൺ അങ്ങനെയൊന്നും ചെയ്യല്ലേ, ചിന്തിക്കുകയും അരുത് എന്ന് പറയുമ്പോൾ ഐശ്വര്യയ്ക്ക് ആ നിമിഷം തന്നെ ഇവരുടെ അരികിലേക്ക് പോകണമെന്ന് തോന്നി. ഈ നിമിഷം ഐശ്വര്യയുടെ കൈയിലേക്ക് കൈ പിടിച്ച് അരുൺ ആ കയ്യിലൊന്ന് ഉമ്മ വെക്കുന്ന കാഴ്ച കൂടി കണ്ടതോടെ ഐശ്വര്യയ്ക്ക് ആകെ കലിയിളകുന്നു. ഐശ്വര്യ ഉടനെ അവർക്കരികിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ഐശ്വര്യ ഓർത്തു, വേണ്ട, അതിനുള്ള അവസരം വരും എന്നാലോചിച്ച് ഐശ്വര്യ വേഗം അപ്പുറത്തേക്ക് മാറുകയെന്ന് മായയുടെ ഫോണിലേക്ക് വിളിച്ചു. മായ, നമ്മുടെ പ്ലാൻ സക്സസ്. അത് കേട്ടതും മായ ചോദിച്ചു, ആണോ ഐശ്വര്യ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ ആനന്ദ നിലയത്തിൽ. ആണോ? അത്ര വേഗം അവിടെ എത്തിയല്ലേ? സത്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു ഐഡിയ പ്ലാൻ ചെയ്യുമ്പോൾ അത് ഇതുപോലെ വർക്കൗട്ട് ആകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. അല്ല, അവർക്ക് ആർക്കും ഒരു സംശയം തോന്നിയില്ല അല്ലേ എന്ന് ചോദിച്ചതും ഇല്ല അമായ. ശ്യാമയും അഖിലും വസുന്ധരാമയും ഒക്കെ ശരിക്കും വിശ്വസിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, എന്റെ കൂടെ അഭിനയിക്കാനായി ഗുണ്ടകളായി അഭിനയിക്കാനെത്തിയ അവരുണ്ടല്ലോ, ശരിക്കും അവർ ജീവിക്കുകയായിരുന്നു. ശരിക്കും ഗുണ്ടകളായിട്ട് അവർ അങ്ങ് ശരിക്കും അഭിനയിച്ചു തകർത്തു. അവരുടെ പെർഫോമൻസ് ആണ് ഇന്ന് എന്നെ ഇവിടെ എത്തിച്ചത്. അതുകൊണ്ട് അവർക്ക് ഞാൻ കൊടുക്കാവുന്ന പറഞ്ഞതിലും കൂടുതൽ തുക കൊടുക്കാനാണ് എൻ്റെ ആഗ്രഹം എന്ന് ഐശ്വര്യ അറിയിച്ചു. ഉടനെ മായ പറഞ്ഞു, എന്തായാലും നമ്മുടെ ലക്ഷ്യം നിറവേറ്റിയല്ലോ, ഇനി വളരെ സൂക്ഷിച്ചു വേണം ഇനിയുള്ള നീക്കങ്ങൾ എന്ന് മായ ഐശ്വര്യയെ ഉപദേശിച്ചു.